കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമത്തിൽ സഹോദരങ്ങളെ എല്ലാവർക്കും സ്നേഹപൂർവമായ വന്ദനം. നോമ്പ് എന്ന വിശുദ്ധ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ സഭ നമ്മെ ആത്മപരിശോധനയുടെയും പശ്ചാത്താപത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ആത്മീയ നവീകരണത്തിൻ്റെയും ഒരു യാത്രയിലേക്കാണ് വിളിക്കുന്നത്. നോമ്പ് ഒരു പരമ്പരാഗത അനുഷ്ഠാനം മാത്രമല്ല, അത് ഹൃദയത്തിൻ്റെ ഒരു ആത്മീയ യാത്രയാണ്. ക്രൂസിലേക്കുള്ള ക്രിസ്തുവിൻ്റെ യാത്രയിൽ നമ്മയും പങ്കാളികളാക്കുന്ന ഒരു കാലഘട്ടം. യെശയ്യാപ്രവചനം 55 അധ്യായം 6-7 വാക്യങ്ങളിൽ കർത്താവ് നമ്മോട് ഇങ്ങനെ പറയുന്നു: യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് സമയത്ത് അവനെ അന്വേഷിക്കുവിൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുവിൻ. ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ. യഹോവ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ. യഹോവ ധാരാളം ക്ഷമിക്കും. നോമ്പ് നമ്മെ വിളിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് മടങ്ങി വരാനാണ്. പുറം കാഴ്ചകൾക്കല്ല, ഉള്ളിലെ മാറ്റത്തിനാണ് ദൈവം കാത്തിരിക്കുന്നത്. യോവേൽ പ്രവചനം 2 അധ്യായം 12-13 വാക്യങ്ങളിൽ കർത്താവ് നമ്മോട് ഇങ്ങനെ പറയുന്നു: നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവിനെന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിവിൻ. നോമ്പ് നമ്മെ വിളിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് മടങ്ങി വരാൻ ആണ്. പുറം കാഴ്ചകൾക്കല്ല, ഉള്ളിലെ മാറ്റത്തിനാണ് ദൈവം കാത്തിരിക്കുന്നത്. നോമ്പ് പശ്ചാത്താപത്തിൻ്റെ കാലമാണ്. നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ദൈവത്തിൻ്റെ മുമ്പാകെ സത്യസന്ധമായി പരിശോധിക്കേണ്ട സമയമാണിത്. സങ്കീർത്തനം 51:10 ദാവീദ് പ്രാർത്ഥിക്കുന്നത്: ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കേണമേ എന്നുള്ളതാണ്. ഇതാണ് നോമ്പിൻ്റെ പ്രാർത്ഥന. നാം നമ്മുടെ പാപങ്ങളെ സംബന്ധിച്ച് അവയിൽ നിന്ന് തിരിഞ്ഞാൽ ദൈവം നമ്മോട് ക്ഷമിക്കുകയും നമ്മെ പുതുക്കുകയും ചെയ്യും. 1 യോഹന്നാൻ 1:9 വാക്യത്തിൽ നമ്മെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നു: നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും കാലമാണ് നോമ്പ്. നോമ്പ് കാലത്ത് പ്രാർത്ഥനയും ഉപവാസത്തിൻ്റെയും പ്രാധാന്യം യേശു തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് അവൻ 40 ദിവസം ഉപവസിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4 അധ്യായം 4 വാക്യത്തിൽ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനങ്ങളും കൊണ്ടും ജീവിക്കുന്നു എന്ന് നാം വായിക്കുന്നു. ഉപവാസം നമ്മുടെ ശരീരത്തിനെ ശാസനപ്പെടുത്തുന്നു. പ്രാർത്ഥന നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നു. നോമ്പുകാലം സ്നേഹത്തിലൂടെയും വിനയത്തിലൂടെയും മറ്റുള്ളവർക്കായി ജീവിക്കുവാൻ നമ്മെ വിളിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 24 വാക്യത്തിൽ ഒരുത്തനെൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് യേശു പറഞ്ഞിരിക്കുന്നു. ക്രൂശ് എടുക്കുന്നത് എന്നത് ക്ഷമിക്കുവാനും സഹിക്കുവാനും സഹായിക്കുവാനും സ്നേഹത്തോടെ ജീവിക്കുവാനും ഉള്ള വിളിയാണ്. മേഘപ്രവചനം 6 അധ്യായം 8 വാക്യത്തിൽ നാം കാണുന്നത്: മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിന്നോട് നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? നോമ്പ് ക്രൂശിലേക്കും അതിനപ്പുറത്തേക്കും
ഉള്ള നോട്ടമാണ്. നോമ്പ് നമ്മെ വലിയ വെള്ളിയാഴ്ചയിലേക്കും ക്രൂശിലേക്കും തുടർന്ന് ഈസ്റ്ററിൻ്റെ ഉയർപ്പിലേക്കും അതിൻ്റെ മഹിമയിലേക്കും നയിക്കുന്നു. യെശയ്യാപ്രവചനം 53 അധ്യായം 5 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യേശു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിൻ്റെ മേൽ ആയി. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നോമ്പിൻ്റെ യാത്ര ദുഃഖത്തിൽ അവസാനിക്കുന്നില്ല. അത് പ്രത്യാശയിലും വിജയത്തിലും പുതുജീവിതത്തിലും ആണ് അവസാനിക്കുന്നത്. ഈ നോമ്പ് കാലത്ത് നാം ശ്രദ്ധിക്കേണ്ടത്: സത്യസംബന്ധമായി നമുക്ക് പശ്ചാത്തപിക്കാം, ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം, വിശ്വസ്തയോടെ നമുക്ക് ഉപവസിക്കാം, ഉദാരമായി നമുക്ക് സ്നേഹിക്കാം, നമ്മുടെ ദൈവത്തോടു കൂടെ വിനയത്തോടു കൂടി നടക്കാം. വിലാപങ്ങൾ 3 അധ്യായം 22-23 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ ആകുന്നു. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിൻ്റെ വിശ്വസ്തത വലിയതും ആകുന്നു. വിശുദ്ധ നോമ്പ് കാലഘട്ടത്തിൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സീനിയർ സ്റ്റാർസിൻ്റെ ഈ ഉദ്യമത്തിൽ സംസാരിക്കുവാൻ അവസരം തന്ന ഭാരവാഹികളോടുള്ള നന്ദി അറിയിക്കുന്നു. അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി ഈ നോമ്പ് കാലത്ത് കർത്താവിന് ഇഷ്ടമാവണ്ണം ജീവിക്കുവാൻ കർത്താവ് നമ്മുടെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ പ്രസംഗത്തിൽ നിന്നും വിരമിക്കുന്നു. നന്ദി. Bring the